ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ ഭാർഗവന്റെ വീട്ടിലെ ബെഡ്റൂമിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന ശശികലയുടെ അടുത്തേക്ക് ഭാർഗവൻ എത്തുന്നുണ്ട്. കലേ, ജീവിതത്തിലും ബിസിനസ്സിലും സിനിമയിലുമൊക്കെ നമ്മൾ തോറ്റുപോകുന്നതേ നമ്മൾ ചിലത് പഠിക്കാൻ വേണ്ടി കൂടിയാ. ഞാൻ വീഴ്ചയിൽ വീണതിൽ പിന്നെ ചാടാനും നെകളിക്കാനും നിൽക്കില്ല. ആകെ ഒതുങ്ങും, തിരുത്താനുള്ളത് തിരുത്തും. കലേ, നിനക്കിപ്പോഴും കാര്യം പിടികിട്ടിയിട്ടില്ല. ജീവിതത്തിൽ വന്ന വലിയ വീഴ്ച കാരണം നമ്മുടെ വീടും കാറും തിയേറ്ററും ഒക്കെ നഷ്ടപ്പെട്ടതും ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് നമ്മൾ കഴിയുന്നതെന്നും നിനക്കിപ്പോഴും ബോധ്യമായോന്ന് എനിക്ക് സംശയമാണ് എന്ന് ഭാർഗവൻ പറയുന്നത് ഇഷ്ടമാകാതെ ശശികലയും ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് എല്ലാവർക്കും കൂടി ഇപ്പോ എന്നെ പഠിപ്പിക്കണമല്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുക. നിനക്കെന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ? ഞാൻ നിനക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്കെന്തായാലും ഞായർ അവരുടെ വീട്ടിലൊന്ന് പോകണം എന്ന് ഭാർഗവൻ പറയേ. എനിക്കൊന്നും വയ്യ, നിങ്ങൾ അങ്ങ് പോയി കൊടുത്താൽ മതി എന്ന് ശശികല. എന്ത് വർത്തമാനമാണ് കലേ, നീ പോയില്ലെങ്കിൽ പിള്ളേർക്ക് വിഷമമാവും എന്ന് ഭാർഗവൻ ഓർമ്മിപ്പിക്കേ. അവർക്ക് എന്ത് വിഷമമാവും എന്ന് ശശികലയും. നിനക്കത് കാര്യമല്ലായിരിക്കും, പക്ഷേ പിള്ളേർക്കത് കാര്യമാണ്. നമ്മൾ മരുമോനെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും കാണിക്കാതെ എനിക്കൊരാവശ്യം വന്നപ്പോ മരുമോനല്ലേ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഉള്ളിൽ അത് വേണമെന്ന് ഭാർഗവൻ പറയുന്നുണ്ട്. മഹേഷിന്റെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ പല കടപ്പാടും കാണുമായിരിക്കും, പക്ഷേ എനിക്കതില്ലെന്ന് ശശികലയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്നെ തിരുത്താനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. നീ നിന്റെ തോന്നിയ പാട്ടിനു പോ കലേ. ഞാൻ എന്ത് പറയാനാ? പിന്നെ ഒരിക്കലും നിനക്ക് തിരുത്താൻ പറ്റിയെന്ന് വരില്ല. ഞായർ പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നേ ഞാൻ പറയൂ. നീ ആലോചിച്ചൊരു തീരുമാനമെടുക്കുക. അവരുടെ സന്തോഷം കൂടി ഒന്ന് പരിഗണിക്കലേ. അന്നേരം നമ്മുടെ സന്തോഷം കൂടുകയേ ഉള്ളൂ. നീ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കെന്ന് പറഞ്ഞ് ഭാർഗവൻ അവിടെ നിറങ്ങി പോവുക. അവിടെ മാധവത്തിൽ ടീച്ചറമ്മയും വീണയും മുറ്റത്ത് ചെടി നനച്ചോണ്ടിരിക്കുക. എന്തോ അടി, ഈ മാവ് ഇതുവരെ കായ്ച്ചില്ലല്ലോ എന്ന് ടീച്ചറമ്മ പറയേ. ശരിയന്നേ, ഈ കടക്കാരൻ നമ്മളെ പറ്റിച്ചതാന്ന് വീണയും. അപ്പോഴാണ് എടി കൊച്ചേ എന്ന് വിളിച്ച് ശിവരാമേട്ടനും കൂടെ റെജിയും അങ്ങോട്ടെത്തുന്നത്. ടീച്ചറമ്മ റെജിയോടായി, എടാ നീ ഇന്നേ ഇറങ്ങിയോ എന്ന് ചോദിക്കേ. അവിടെ ഇരിക്കാൻ സ്വസ്ഥത തരണ്ടേ എന്ന് റെജിയും. അവിടെ മടിയും പിടിച്ചിരുന്നാലേ ഇവൻ പുറത്തിരിക്കേണ്ടി വരും. ആമ്പിള്ളേരെ ഫിസിക്കലും കൊണ്ടങ്ങ് പോകും എന്ന് വലിയ മമ്മയും. എന്നാലും ലിസ്റ്റിൽ വന്ന് ഒരു ദിവസമെങ്കിലും നേരം കൊടുക്കായിരുന്നു എന്ന് വീണ ഓർമ്മിപ്പിക്കെ. എടി, മത്സര പരീക്ഷ എന്നാ ഇതിന്റെ പേര് തന്നെ. മത്സരമില്ലല്ലേ, നമ്മൾ പുറത്താവുമെന്ന് വലിയ മാമയും. റിട്ടേൺ ടെസ്റ്റ് ഞാൻ പാസ്സായില്ലേ, ഫിസിക്കലും അതുപോലെ തന്നെ കിട്ടുമെന്ന് റെജി. അങ്ങനൊന്നും കിട്ടുകയില്ല, മെനക്കേടുണ്ടെന്ന് അപ്പച്ചനും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊക്കെ റെജി മെനക്കെട്ടോളും, ഏട്ടൻ ഇതെന്താ എന്ന് സരസു ചോദിക്കെ. ഈ മെനക്കടലിന്റെ പിറകിലൊക്കെ കുറച്ച് കഥയുണ്ട് കൊച്ചെ എന്ന് ശിവരാമേട്ടനും. എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവൻ ഈ ടെസ്റ്റ് എഴുതി പാസ്സായില്ല എന്ന് സരസു ചോദിക്കെ. റാങ്ക് ഫയൽ വാങ്ങിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനും വിളിച്ചുണർത്താനും ഒക്കെ ആളുകളുണ്ടല്ലോ എന്ന് ശിവരാമേട്ടൻ. അപ്പ കുടിക്കാൻ എന്തെങ്കിലും എന്ന് റെജി ചോദിക്കേ. നല്ല ക്ഷീണം കാണുമെന്ന് ശിവരാമേട്ടൻ. നീ ഇപ്പോ എന്തായിട്ടാ പേടിക്കാൻ? ഒരു പട്ടാളക്കാരൻ, പോലീസ്, പിന്നെ ഒരു നഴ്സുമായി എന്ന് പറയേ. പോലീസും നഴ്സും വരമ്പത്തോ നിൽക്കുന്നതേ ഉള്ളൂ, കേറി കിട്ടണം എന്ന് ശിവരാമേട്ടനും. അതൊക്കെ ആയതുപോലെ തന്നെയാ. അല്ല ചേട്ടത്തി എന്താ കൂട്ടാത്തെ എന്ന് സരസു ചോദിക്കെ. അവളെ ഒറ്റ ദിവസത്തേക്കായതുകൊണ്ട് അവൾ അങ്ങ് മടിച്ചു. ശിവരാമേട്ടൻ പറയേ. എന്നാ വാ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് മഹേഷിന്റെ കാർ അങ്ങോട്ട് എത്തുന്നത്. മഹേഷും രേണുവും ഋതുവും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഋതു ഓടി അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ മഹേഷേ, ചുമ്മാ ഇറങ്ങിയതാണോ എന്ന് വല്യമ്മ ചോദിക്കും. ചുമ്മാ അതല്ല, വിശേഷമുണ്ടെന്ന് മഹേഷും. എന്ത് എന്ന് വല്യമ്മ ചോദിക്കേ. ഞാൻ വല്യമ്മയെ വിളിക്കാനിരിക്കുകയായിരുന്നു, എന്തായാലും ഇവിടെ കണ്ടത് സൗകര്യമായി എന്നമ്മ പറയേ. എന്താടാന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. മഹേഷ് റെജിയോടായി. റെജി എന്തുണ്ടടാ എന്ന് ചോദിക്കേ. പോലീസ് റിട്ടേൺ ടെസ്റ്റ് കിട്ടി മഹേഷേട്ടാ, ഫിസിക്കലിന് മാത്തൻസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ ഞാനും അപ്പച്ചനും എന്നമ്മ പറയേ. അത് ശരി, കലക്കിയടാ. അല്ല, നമ്മുടെ കുടുംബത്തിലെ ഇപ്പൊ ഒരു പോലീസ് കൂടിയായി എന്ന് മഹേഷും പറയുന്നുണ്ട്. അല്ല, അത് ഫിസിക്കൽ കഴിയണമെന്ന് വല്യമ്മ ഓർമ്മിപ്പിക്കേ. അതൊക്കെ ഇവൻ പുല്ലുപോലെ കഴിയൂ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് മഹേഷ് പറയുകയാ. ഞങ്ങളൊരു വീട് വാങ്ങിയെന്ന് മഹേഷ് പറയുന്നത് കേൾക്കെ. ആഹാ, അത് കൊള്ളാലോടാ എന്ന് സന്തോഷത്തോടെ ടീച്ചറമ്മയും. പുതിയ വീടാണോന്ന് ടീച്ചറമ്മ ചോദിക്കേ. പുതിയ വീടാ, നമ്മുടെ ചിറയൂര് പാറേക്കാവ് റൂട്ടിലാ. ചിറയൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അത്രയുള്ളൂ എന്ന് മഹേഷ് പറയേ. അത് നന്നായിടാ മഹേഷേ, എന്നാ ഗൃഹപ്രവേശം എന്ന് വലിയ മമ്മയും. അത് കേൾക്കെ രേണുവും. വരുന്ന ഞായറാഴ്ച നമ്മള് കുടുംബക്കാര് മാത്രമേ ഉള്ളൂ അമ്മേ എന്ന് പറയേ. മതിയല്ലോ, ഈ ആഡംബരമൊക്കെ കാണിച്ച് കാശ് കളയാതിരിക്കുന്നതല്ലേ നല്ലത് എന്നമ്മയും പറയുന്നുണ്ട്. എനിക്ക് മാത്രമായി ഒരു റൂമൊക്കെ ഉണ്ട് അച്ഛമ്മ എന്ന് ഋതു പറയേ. അമ്പടാ, അപ്പൊ അതിന് ചെലവുണ്ടേ എന്ന് വീണയും അവനോടായി പറയുക. ഭാർഗവനെയും ശശികലയും വിളിച്ചല്ലോ അല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ. അമ്മേ, അവരെ ആദ്യം വിളിച്ചത് എന്ന് മഹേഷ് പറയേ. അത് മഹേഷേട്ടന്റെ ഒരു വാശിയായിരുന്നു എന്ന് രേണുവും. ജീവിതത്തിൽ ചില വാശികൾ നല്ലതാടാ, അത് നമ്മളെ ജയിപ്പിക്കുമെന്ന് വല്യമ്മ പറയും. ശരിയാ എന്ന് ടീച്ചറമ്മയും. അതെ അമ്മേ, ഇനി രാധേച്ചിയെ വിളിക്കണം, പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്, അതിന്റെയൊക്കെ തിരക്കില്ല എന്ന് മഹേഷ് പറയുന്നത് കേൾക്കെ. മനസ്സിലായി, ഇരിക്കാൻ സമയമില്ല, പോണം അല്ലേ? പൊയ്ക്കോ, ഞങ്ങൾ വീട്ടിലേക്ക് വന്നോളാം എന്നവർ പറയുമ്പോഴേക്കും മഹേഷിന്റെ ഇണവും എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. പുഴണ റെജി. മഹേഷേട്ടാ, അന്ന് ഞാൻ മാത്തച്ഛന്റെ ട്രെയിനിങ്ങിലാവും, ഫിസിക്കൽ കഴിഞ്ഞിട്ട് വരാം
എന്ന് പറയേ ശരി എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് മഹേഷും രേണുവും അവിടെ നിറങ്ങുകയാണ്. പിന്നീട് രാത്രിയാവുമ്പോൾ മാധവത്തിന്റെ സിറ്റ് ഔട്ടിലെ കൈവരിയിൽ റജി ഇരിക്കുമ്പോഴാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ വക്കീലെ എന്ന് വിളിക്കുമ്പോഴേക്കും ഉറങ്ങിയോ ചേട്ടാന്ന് അപ്പുറത്തുനിന്ന് അഡ്വക്കേറ്റ് സുജി ചോദിക്കുന്നു. ഇല്ല, നാളെ പോകുന്നുണ്ട്, ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുക. പിന്നെ വക്കീലിനോട് സംസാരിക്കാതെ ഉറങ്ങാനും പറ്റൂലല്ലോ എന്ന് റജി ചോദിക്കേ. ഓ അങ്ങനെയാണോ എന്ന് സുജിയും. പിന്നല്ലാതെ, പിന്നെ അപ്പച്ചൻ പറയുന്നിടത്ത് ട്രെയിനിങ് കുറച്ച് ടഫ് ആണെന്നാ കേട്ടത് എന്നവൻ പറയേ. ടെസ്റ്റ് പോലെ അല്ലല്ലോ ഫിസിക്കൽ ട്രെയിനിങ്, ടഫ് തന്നെ ആയിരിക്കും. പാടാവുമ്പോഴൊക്കെ നമ്മൾ ഒന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേ, അന്നേരം കുറച്ചൊരു ആശ്വാസം കിട്ടുമെന്ന് സുജി ഓർമ്മിപ്പിക്കേ. അതെ എന്ന് ചിരിയോടെ റജിയും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ആരെയും ഷോ ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡൊന്നും വേണ്ട, അത് സ്ട്രെയിൻ ആവുമെന്ന് സുജി പറയേ. എനിക്കറിയാം, പക്ഷേ ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഒരാവേശം കയറും എന്നവൻ പറയേ. അത് വേണ്ട, ആരോടും മത്സരമൊന്നും വെക്കേണ്ടെന്ന് സുജിയും. അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടെന്ന് റജി പറയും. ടെൻഷനൊന്നും വേണ്ട, ശ്രദ്ധ വെച്ചാൽ മതി. ഓടുമ്പോഴൊക്കെ ഇടയ്ക്ക് ശ്വാസം ശ്രദ്ധിക്കണം, ആദ്യ പകുതിയിൽ കൂടുതൽ വേഗതയൊന്നും എടുക്കരുത്. പിന്നെ പേസ് കൂട്ടണമെന്ന് അവൾ പറയേ. പുഷപ്പ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് റജിയും. വേദന വന്നാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് സുജി പറയേ. വക്കീൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഒരു ട്രെയിനർ ഒപ്പമുള്ളൊരു ഫീലാ എന്നവൻ പറയേ. ഫീലല്ല, ഒപ്പമുണ്ട്. ഓരോ റൗണ്ട് ഓടുമ്പോഴും ഞാൻ കാണുന്നുണ്ടാവുമെന്ന് ഓർത്തോ അവൾ പറയുന്നത് കേൾക്കെ ആവേശത്തോടെ. എന്നാൽ നല്ല ഊർജ്ജമായിരിക്കും എന്ന് റജി. അപ്പോഴാണ് എടാ റജിയെ എന്ന് വിളിച്ചോണ്ട് അപ്പച്ചൻ സിറ്റ് ഔട്ടിലേക്ക് വരുന്നത്. അവൻ കോൾ നിർത്തുമ്പോഴേക്കും എടാ പാതിരാക്കി മഞ്ഞുകൊണ്ട് ഫിസിക്കലി കോളമാക്കണ്ട കേട്ടോ എന്നപ്പച്ചൻ പറയേ. ഒരു ഫ്രണ്ടാ അപ്പച്ച എന്ന് റജി. ഫ്രണ്ടിനെയൊക്കെ ഞാൻ കണ്ടതല്ലോടാ, പുതിയ റാങ്ക് ഫയലും വല്ലതും വന്നു എന്ന് അപ്പച്ചൻ ചോദിക്കേ. ഇല്ല എന്ന് ചിരിയോടെ റജി. അവൻ പതിയെ മൊബൈലിലൂടെ പിന്നെ വിളിക്കാവേ എന്ന് പറയേ. സുജിയും ചമ്മലോടെ ശരി ഓക്കെ എന്ന് പറഞ്ഞ് കോൾ വെക്കുകയാണ്. പോയി കിടന്നുറങ്ങടാ ചെറുക്ക, അല്ലേ നാളെ ക്ഷീണം എന്നപ്പച്ചൻ വഴക്ക് പറഞ്ഞു ഓടിക്കുമ്പോഴേക്കും ശരി അപ്പച്ച എന്ന് പറഞ്ഞ് റജിയും കിടക്കാനായി പോവുകയാണ്. അവൻ ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ടീച്ചറമ്മയും എന്താടാ അപ്പനും മോനും കൂടി എന്ന് ചോദിക്കേ. ഒന്നുമില്ലപ്പ എന്ന് പറഞ്ഞവൻ ചിരിയോടെ അകത്തോട്ട് കയറി പോവുകയാ. ഒരു ചിരിയോടെ ശിവരാമേട്ടനും അങ്ങോട്ട് വന്ന് അതേ സരസു, ഞാൻ കുറച്ചു മുമ്പ് മഹേഷിനെ വിളിച്ചിരുന്നു എന്ന് പറയേ. എന്തിനായിട്ടാ എന്ന് സരസു. വേറൊന്നുമല്ല, കൃഷ്ണചന്ദ്രൻ സാറിനെ കൂടി ഗൃഹപ്രവേശനത്തിന് വിളിക്കണമെന്ന് പറയാൻ വേണ്ടിയാ. അവൻ അത് കേട്ട് എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഞാനാ പറഞ്ഞത്, അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് ഏട്ടൻ പറയേ. പറയണ്ടായിരുന്നു ഏട്ടാ എന്ന് സരസു. എനിക്കെന്തോ സാറ് വിളിക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നി എന്ന് ഏട്ടൻ പറയേ. അവർക്കങ്ങനെ അല്ലല്ലോ ഏട്ടാ എന്ന് സരസുവും. അവൻ വല്ലാതെ നിഷേധിച്ചു തള്ളിയപ്പോ എനിക്ക് വിഷമം തോന്നി എന്ന് ഏട്ടൻ പറയേ. അത് പോട്ടെ ഏട്ടൻ, ഇനി അതൊന്നും ആലോചിക്കണ്ട, അതങ്ങ് കളഞ്ഞേക്ക്. നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല, ഏട്ടൻ പോയി കിടക്കാൻ നോക്കല്ലെന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുന്ന ഏട്ടനെ കിടക്കാനായി പറഞ്ഞു വിടുകയാ ടീച്ചറമ്മ. പിന്നീട് ടെൻഷനോടെ തന്റെ റൂമിലെത്തുന്ന ടീച്ചറമ്മയും തന്റെ മൊബൈൽ എടുത്ത് കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട്. സാർ കോൾ എടുക്കുമ്പോഴേക്കും സാർ ഇന്നിവിടെ ശിവരാമേട്ടനും റജിയും വന്നിട്ടുണ്ട് എന്ന് പറയേ. ആണോ, വെറുതെ വന്നതാ എന്ന് സാർ. റജി പോലീസ് റിട്ടേൺ ടെസ്റ്റ് പാസ്സായി, ഇനി ഫിസിക്കലുണ്ട്, അതിനെ ട്രെയിൻ ചെയ്യാൻ വിടാനായിട്ട് വന്നതാ ശിവരാമേട്ടൻ. പിന്നെ മഹേഷും കുടുംബവും വന്നിരുന്നു. മഹേഷ് സ്വന്തമായി ഒരു വീട് വാങ്ങി എല്ലാവരെയും വിളിച്ച് ഒരു ഫംഗ്ഷൻ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം അറിഞ്ഞപ്പോ ശിവരാമേട്ടൻ സാറിനെയും വിളിക്കണമെന്ന് അവനോട് പറഞ്ഞു. പക്ഷെ അവന് സാറിനെ വിളിക്കുന്നതിൽ താല്പര്യമില്ലെന്ന് എന്ന് സരസ്വ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഓ അതിലൊന്നും വലിയ കാര്യമില്ല സരസ്വതി, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ, ഇതിലൊന്നും കുഴപ്പമില്ലെന്ന് സാറും. എനിക്കത് കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. സരസ്വതി പറയേ. ഏയ് അങ്ങനെ വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല സരസ്വതി, മഹേഷിന്റെ വീടല്ലേ, മഹേഷിന് പേഴ്സണൽ കണക്ഷൻ ഉള്ളവരല്ലേ വിളിക്കാൻ നോക്കൂ, അങ്ങനെ കണ്ടാ മതിയെന്നേ എന്ന് സാറും. അപ്പോൾ ശിവരാമേട്ടൻ വിളിക്കാൻ പറഞ്ഞത് എന്ന് സരസ്വ ചോദിക്കെ. അദ്ദേഹത്തിന് നമ്മളോടൊരു ഇഷ്ടമുണ്ട്, മഹേഷിന് അതില്ല, അത്രേ ഉള്ളൂ. വെറുതെ അതാലോചിച്ച് മനസ്സ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്ന് സാറ് കൂളായി പറയുമ്പോഴേക്കും സാറിന് നിസ്സാരമായി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കത് പറ്റുന്നില്ലെന്ന് സരസ്വതി. മഹേഷിന് സ്വന്തമായ ഒരു വീടായി, ആ സന്തോഷത്തിൽ ഒപ്പം നിൽക്കുക, വേറൊരു ചിന്തകളും വേണ്ട എന്ന് സാറ് പറയേ. വേണ്ടെന്ന് പറയുമ്പോൾ ഉടനെ പോകുന്നതല്ലല്ലോ ഉള്ളിൽ തോന്നിയ വിഷമം. ഞാനൊന്ന് നോക്കട്ടെ സാർ, പിന്നെ വിളിക്കാമെന്ന് സരസു പറയും. ശരി സരസ്വതി, ദേ ഈ കാര്യം ടെൻഷനാക്കല്ലേ എന്ന് സാർ ഓർമ്മിപ്പിക്കും. എനിക്കതിലൊരു ഉറപ്പുമില്ല സാർ. ശരിയെന്ന് പറഞ്ഞ് സരസ്വതി കോൾ വെക്കുകയാണ്. പിന്നീട് ഗൃഹപ്രവേശനത്തിനൊരുങ്ങിയ മഹേഷിന്റെ വീടാണ് കാണിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ടിൽ ഓരോന്നൊരുക്കുന്ന തിരക്കിലാ ടീച്ചറമ്മ. രേണുവും വീണയും ഋതുവും മഹേഷും എല്ലാം സിറ്റ് ഔട്ടിൽ തന്നെ നിൽപ്പുണ്ട്. എടാ ഇവിടെ എല്ലാം ഓക്കെയാണ്, അല്ലേ എടുത്തു വെച്ചോന്ന് അമ്മ ചോദിക്കേ. അല്ല അത് അവിടെ വെച്ചാ പോരെ എന്ന് മഹേഷ് ചോദിക്കേ. അതവിടെ വെച്ചാ മതിയോ എന്ന് ടീച്ചറമ്മ. അപ്പോഴാണ് ശിവരാമേട്ടൻ അങ്ങോട്ട് വരുന്നത്. ദേ ഏട്ടൻ വന്നു, റജിയെ ആക്കിയിട്ടുള്ള വരവാ ടീച്ചറമ്മ പറയുമ്പോഴേക്കും സിറ്റ് ഔട്ടിലേക്ക് കയറിയ വല്യമാമയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് വല്യമാമേ റജിയെ ട്രെയിനിങ്ങിലാക്കിയല്ലേ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. ആക്കി, അവന്റെ പരിചയക്കാർ 1-2 പേരുണ്ട് അവിടെ എന്ന് വല്യമാമ പറയുന്നതുകൾക്ക്. അപ്പോ അവൻ അവിടെ സെറ്റാ എന്ന് മഹേഷ്. ഞങ്ങൾ വല്യമാമയെ കാത്തിരിക്കുകയായിരുന്നു എന്ന് രേണുക പറയേ.
അപ്പോൾ ബാക്കി എല്ലാവരും എത്തിയോ എന്ന് വല്യമ്മ. അച്ഛനും അമ്മയും എത്താറാവുന്നതേ ഉള്ളൂ എന്ന് രേണു പറയേ. കൊള്ളാം, അവരല്ലേ ആദ്യം വന്ന് കാര്യങ്ങളെല്ലാം റെഡിയാക്കേണ്ടത് എന്ന് വല്യമ്മയും ചോദിക്കുന്നുണ്ട്. അവർ വരുന്നത് തന്നെ വലിയ കാര്യം വല്യമ്മ. പിന്നെ രാധേച്ചിയും കുടുംബവും ജംഗ്ഷനിലെത്തി. അവരിപ്പോഴും എത്തുമെന്ന് റജി പറയേ. CI ഉണ്ടോ എന്ന് വല്യമ്മ. അവർ 4 പേരുമുണ്ടെന്ന് മഹേഷ് പറയേ. അല്ല, സാധാരണ CI ഇങ്ങനെ ഇറങ്ങുന്നതല്ലല്ലോ എന്ന് വല്യമ്മ ചോദിക്കേ. അത് പിന്നെ അളിയന്റെ കാര്യമല്ല, പിന്നെ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് ടീച്ചറമ്മയും. അതാ അളിയനും തമ്മിലുള്ള ബന്ധം എന്ന് സന്തോഷത്തോടെ വല്യമ്മ. അപ്പോഴേക്കും വിഷ്ണുവും കൂട്ടരും കാറിൽ അങ്ങോട്ടെത്തുക. അളിയന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ആളി പറന്നിങ്ങു വന്ന് എന്ന് വല്യമ്മ. അവർ സന്തോഷത്തോടെ വിഷ്ണുവിനെയും കൂട്ടരെയും സ്വീകരിക്കുമ്പോഴേക്കും റിജി ടെസ്റ്റ് പാസ്സായില്ലേ രാധ പറഞ്ഞു എന്ന് വിഷ്ണുവും വല്യമ്മയോടായി ചോദിക്കുന്നുണ്ട്. ഫിസിക്കലിനെ കൊല്ലത്ത് ട്രെയിനിങ്ങിലാക്കിയിട്ടുണ്ട് എന്ന് വല്യമ്മ പറയേ. എവിടെ എന്ന് വിഷ്ണുവും. നമ്മുടെ മാത്തൻസ് എന്ന് വല്യമ്മ പറയേ. 1-2 പയ്യന്മാർ ചേർന്ന് ട്രെയിൻ ചെയ്താലും മതി എന്ന് വിഷ്ണുവും. ഒരു ടെൻഷൻ എന്ന് വല്യമ്മയും പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും കാര്യമില്ല, പിന്നെ ഹൈ ആറ്റിറ്റ്യൂഡിലുള്ളവർ അത്യാവശ്യം നന്നായി ഫിസിക്കലി പെർഫോം ചെയ്യാൻ പറ്റും എന്ന് വിഷ്ണു പറയുന്നതുകൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വല്യമ്മ. അതൊക്കെ കിട്ടും വല്യമ്മ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഭാർഗവനും ശശികലയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് നടന്നു വരികയാണ്. ഭാർഗവനും എത്തിയല്ലോ, ഇപ്പോൾ എല്ലാവരും ആയില്ലേ എന്ന് ചോദിച്ച് വല്യമ്മ ഭാർഗവനെ കൈ കൊടുത്ത് സ്വീകരിക്കുക. ഭാർഗവ, തിയേറ്ററിൽ ബെല്ലടിച്ചപ്പോൾ പടത്തിനെത്തുന്ന പോലെയാണോ മോളുടെ വീട്ടിൽ പാലുകാച്ചലിനെത്തുന്നത് എന്ന് വല്യമ്മ ചോദിക്കേ. നേരത്തെ ഇറങ്ങിയതാ, ഭയങ്കര ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി എന്ന് ഭാർഗവനും പറയുന്നുണ്ട്. അതുകൂടി കണക്ക് കൂട്ടി ഇറങ്ങണം എന്ന് വല്യമ്മ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും മഹേഷേ നമുക്ക് കയറടാ എന്ന് ടീച്ചറമ്മയും പറയുന്നു. മഹേഷ് രേണുവിനെ വിളിക്കുമ്പോഴേക്കും അവരൊന്നിച്ച് കയ്യിൽ നിലവിളക്കുമായി വീടിനകത്തേക്ക് കയറുകയാ, കൂടെ ബാക്കിയുള്ളവരും. പിന്നീട് എല്ലാവരും സന്തോഷത്തോടെ സ്റ്റൗവിൽ വെച്ച് പാല് കാച്ചുകയാണ്. പാല് തിളച്ച് തൂവുമ്പോഴേക്കും രേണുവിനോട് ടീച്ചറമ്മ ഓഫ് ചെയ്യാനായി പറയുന്നുണ്ട്. അവളത് ഓഫ് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഒരിടത്തും വിറകടുപ്പൊന്നുമില്ല, പാല് അടുപ്പിൽ തന്നെ തിളച്ചു തൂവണം അല്ലേ ഏട്ടാ എന്ന് അമ്മ പറയുന്നത് കേൾക്കെ. ചെറിയ കിച്ചണിൽ വിറകടുപ്പുണ്ട്, പക്ഷേ അവിടെ എല്ലാവർക്കും കൂടി നിൽക്കാൻ പാടാ എന്ന് മഹേഷും പറയുകയാണ്. പിന്നീട് വീടെല്ലാം കണ്ടു നടക്കുന്ന വല്യമ്മയാണ് കാണിക്കുന്നത്. വല്യമ്മയുടെ അരികിലേക്ക് മഹേഷ് എത്തി. വല്യമ്മ, വീട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് വല്യമ്മ സന്തോഷത്തോടെ പറയേ. മോളിലത്തെ പോഷൻ കാണണ്ടേ, അത് ഇതിലും അടിപൊളിയാ എന്ന് പറഞ്ഞ് വല്യമ്മയെ വിളിക്കുമ്പോഴേക്കും അവിടെ നിന്ന് നിന്റെ അമ്മായിയമ്മ ആകെ അങ്ങ് ഒതുങ്ങിപ്പോയല്ലോടാ എന്ന് വല്യമ്മയും ചോദിക്കുന്നുണ്ട്. മാമന്റെ വീഴ്ചയുടെ 60% മാമി ഇപ്പോഴാ അറിഞ്ഞത്. വാ നമുക്ക് മുകളിലോട്ട് പോവാമെന്ന് പറഞ്ഞ് വല്യമ്മയും കൂട്ടിക്കൊണ്ട് പോവുകയാ മഹേഷും. അവിടെ ഋതുവും കല്ലുവിനും കാവ്യയ്ക്കും തന്റെ റൂം കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് എങ്ങനെയുണ്ട് എന്റെ റൂം എന്ന് ചോദിക്കേ. അടിപൊളിയായിട്ടുണ്ടടാ എന്ന് കല്ലുവും. അമ്മയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വേറൊരു റൂമുണ്ട്, ഞാൻ കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞ ഋതു അവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ഡൈനിങ് ഹാളിലെ സോഫയിലിരിക്കുന്ന രാധയുടെ അടുത്തേക്ക് മഹേഷ് ചെന്ന് രാധേച്ചി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വീടൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് തന്നെ പറയും. പിന്നെ കൃഷ്ണചന്ദ്രൻ സാറിന്റെ കാര്യം അമ്മയൊന്നും പറഞ്ഞില്ല എന്നവൾ ചോദിക്കേ. ഞാൻ ആദ്യമേ പറഞ്ഞു വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മഹേഷും. അത് നന്നായെന്ന് രാധ പറയേ. അതിന്റെ ഒരു പരിഭവം അമ്മയ്ക്കുണ്ടെന്ന് തോന്നുന്നു എന്ന് മഹേഷ് പറയുന്നുണ്ട്. അതിൽ കാര്യമില്ല, കയറി വന്ന് വെറുതെ ഒരു സംസാരം ഉണ്ടാക്കുന്നതിലും നല്ലതാ എന്ന് രാധ പറയേ. അത്രയുള്ളൂ എന്ന് മഹേഷും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. എല്ലാവരും ചേർന്ന് പുതിയ വീട്ടിൽ സദ്യ കഴിക്കുന്നതും മേരിക്കുട്ടി ടീച്ചർ സരസുവിനെ വിളിച്ച് കനി പിന്നെ വിളിച്ചോന്ന് അന്വേഷിക്കുന്നതും കനി നാട്ടിലേക്ക് എത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.